കേരളത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു മെസ്സേജാണ്. അതായത് കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ആ സിനിമയിൽ പറയുന്നത് പോലെ തന്നെ മഹാമാരി, കോവിഡ് എന്ന മഹാമാരി വന്നു, അതിനു മുമ്പ് പ്രളയം. അതിനേക്കാളൊക്കെ വലിയൊരു മഹാമാരിയാണ് ഈ കേരളത്തിലെ യുവജനത എന്ന് പറയുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക്, മറ്റ് വിദേശങ്ങളിലേക്ക്. ഇവിടെ ഇനി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ടങ്ങ് പോകുന്ന ഒരു അവസ്ഥ. അതിനകത്ത് പറയുന്ന ഒരു ഒടുവിൽ മലയാളികൾ ഇല്ലാത്ത ഒരു രാജ്യമായിട്ട് കേരളം മാറുന്ന അവസ്ഥ. ഞാൻ സാധാരണ ഒരു ഹൗസ് വൈഫാണ്. ഞാൻ ഈയിടെ കണ്ട ഒരുമാതിരിപ്പെട്ട ഫിലിംസ് എല്ലാം വയലൻസ് കൂടുതലുള്ള. സത്യത്തിൽ പറഞ്ഞാൽ തിയേറ്ററിൽ വരാൻ പോലും ഞങ്ങളുടെ എൻ്റെ ഏജിലൊക്കെ ഉള്ളവർക്ക് പ്രയാസമായിരുന്നു. പക്ഷേ ഈ ഫിലിം എൻ്റെ ഏറ്റവും അടുത്ത ഒരു മോനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന രഞ്ജിത്തിൻ്റെ ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് ഫാമിലി ഫ്രണ്ട്സ് ആയതുകൊണ്ട് വരാമെന്ന്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഇത്രയും നല്ലൊരു മൂവി ഞാൻ കണ്ടിട്ടേ ഇല്ല. സത്യത്തിൽ പറഞ്ഞാൽ ഈ രാഷ്ട്രീയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അതൊക്കെ എന്ത് കറക്റ്റായിട്ട് ഇതിനകത്ത് നിങ്ങൾ ചെയ്തേക്കുന്നത്. ഭയങ്കര നല്ല മൂവി. ഐ വിൽ റെക്കമെൻഡ് ഈച്ച് ആൻഡ് എവറി ഫ്രണ്ട്സ് ഓഫ് മൈൻഡ് ടു സീ ദിസ് മൂവി. ഒരിക്കലും മിസ് ചെയ്തതെന്ന് ഞാൻ പറയുന്നു. അത്ര നല്ല ഒരു മൂവി. ഇതിൽ അഭിനയിച്ച എല്ലാ അഭിനേതാക്കൾക്കും കൺഗ്രാറ്റ്സ്. അവരെ നല്ല ഉയരങ്ങളിൽ എത്തിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. താല്പര്യം ഉണ്ടായിരുന്നു പുറത്തേക്ക് പോകാനായിട്ട്, പക്ഷെ ഇത് കണ്ടപ്പോ ഇത് നന്നായിട്ട് ആലോചിച്ചിട്ട് മതി. നമ്മുടെ നാട്ടിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, അപ്പൊ ഒന്ന് ആലോചിച്ചിട്ട് മതി. നിങ്ങളുടെ ബുദ്ധിയൊക്കെ ഇവിടെയും കൂടി പ്രവർത്തിക്കില്ല കേട്ടോ. ഒരുപാട് സന്തോഷം. അങ്ങനെയാണ് പറഞ്ഞില്ല. താങ്ക് യു. പേരെന്താ? അഞ്ജിത. ഹലോ സാർ. താങ്ക് യു. തീരുമാനം നല്ലതല്ലേ? ഞങ്ങളെ സിനിമ കൊണ്ട് അങ്ങനെ ഒരു ഒരുപാട് സന്തോഷം. തുടക്കം നന്നായിട്ടുണ്ട്. ഇനിയും നല്ല ഇദ്ദേഹത്തിന് നല്ല പടങ്ങളുണ്ട്. കാരണം അതായത് നല്ല ടീമുണ്ട്. അച്ഛനും മോനോടുള്ള ബോണ്ടിങ് ഞങ്ങളൊക്കെ ഫീൽ ചെയ്ത്. ആ പെൺകുട്ടിയുടെ കരച്ചിലോ അത് സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എടുത്ത് നന്നായിട്ടുണ്ട്. തീർച്ചയായിട്ടും പറയാം. നമ്മളത് കമ്പ്യൂട്ടറിൽ കണ്ടിട്ട് പിന്നെ ആ കുട്ടി അവിടെ സെയിം അതിൽ വന്നപ്പോൾ നന്നായിട്ടുണ്ട്.